വിഷയം അവതരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സലീം ഇർഫാനി അവരുകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا وهادينا ومولانا محمدا صلى الله عليه وسلم عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العلي العظيم. وقال سيدنا ومولانا وحبيبنا محمد صلى الله عليه وسلم يد الله على الجماعة. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا قادري يا قادري يا هادري يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري. അഭിവന്ദ്യനായ പണ്ഡിത ശ്രേഷ്ഠനും അനുഗ്രഹീത പ്രഭാഷകനും എൻ്റെ വന്യ സുഹൃത്തും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പടക്കുതിരിയുമായ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉസ്താദ് അവർകളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, മറ്റു ആദർശ ബന്ധുക്കൾ, ഈ സംസാരം മാറി നിന്ന് ശ്രവിക്കുന്ന ഇതര ആദർശ പ്രസ്ഥാന
പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒത്തുചേരലിന്, നമ്മുടെ ഈ സമ്മേളനത്തിന് അവൻ പൊരുത്തപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന, ഇതിനു പകരമായി നാളെ അവന്റെ സ്വർഗത്തിലും ഇതുപോലെ കണ്ടുമുട്ടാൻ ഇത് കാരണമായി തീരുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഇതിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ അമലിന്റെ സവാബ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലും അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, നിന്റെ ദീനിനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും ഹക്കാണെന്ന് ബോധ്യപ്പെട്ടത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വാ തുളർന്ന് പറയാനും അതിനെ പിൻപറ്റാനും ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടതിനെ വർജിക്കാനും അതിനെതിരെ സന്ധിയില്ല പോരാടാനും ഞങ്ങളെ നീ തെരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. ഈ പരിശുദ്ധമായ റജബ് മാസം മഹാനായ ഖാജ മുഈനുദ്ദീൻ സഞ്ചരി അൽ അജ്മീരി തങ്ങളവറുകൾ വഫാത്തായ ഈ അനുഗ്രഹീതമായ മാസം, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവറുകൾക്ക് മിഅ്റാജ് നൽകി ആദരിച്ച ഈ മാസം, തങ്ങളവറുകൾ ബറക്കത്തുള്ള മാസമെന്ന് പഠിപ്പിച്ച ഈ മാസം, ഈ മാസത്തിന്റെ ബറക്കത്തും പുണ്യവും പോരുഷയും അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان آمين برحمتك يا أرحم الراحمين. കൊടുങ്ങിയിൽ SKSSF സംഘടിപ്പിച്ച ഈ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ SKSSFന് ഇവിടുത്തെ പൊളിറ്റിക്കൽ സംബന്ധമായി, ഇവിടുത്തെ 1900 ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലെ ഇസ്ലാമിക സ്പന്ദനങ്ങളെ സംബന്ധിച്ച് കൃത്യമായും കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടെന്നത് എന്ത് എന്ന് അനിവാര്യമായ ഘട്ടങ്ങളിൽ, അനിവാര്യ സ്ഥലങ്ങളിൽ വിശദീകരിക്കാറും ഉണ്ട്. ആമുഖമായി പറഞ്ഞാൽ, കൃത്യമായും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ പിന്നിൽ ഒരു വോട്ട് രാഷ്ട്രീയം നമുക്ക് ലക്ഷ്യമല്ല. സലാഹുദ്ദീൻ ഫൈലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള എല്ലാ ആളുകളും ചെയ്യുന്നത് പോലെ മതപ്രബോധനത്തിന്റെ മറവിൽ വോട്ട് ശേഖരണം എന്നതാണെങ്കിൽ ഈ പരിപാടി ഒരു 2 ആഴ്ചക്ക് മുമ്പ് വെക്കാമായിരുന്നു. മറിച്ച് നമ്മുടെ ഇതിന്റെ പിന്നിലുള്ള ഏക ലക്ഷ്യം അള്ളാഹുവിന്റെ ദീൻ പറയൽ മാത്രമാണ്. പരിശുദ്ധമായ ദീൻ പറയൽ മാത്രമാണ് നമുക്കിതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആർക്കും പതറേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് പതറേണ്ടതില്ല. അടുത്ത ഇലക്ഷന്റെ റിസൾട്ട് 16-ാം തീയതി വരാൻ പോവുകയാണ്. അന്ന് എന്ത് ചെയ്യണമെന്ന് വളരെയേറെ ചിന്തിച്ചാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മതസംഘടനകളുടെ നേതാക്കളുണ്ട്. എന്ത് ചെയ്യണം, 16-ാം തീയതി എങ്ങനെ റിസൾട്ട് വരും, അതിനോട് എങ്ങനെ പ്രതികരിക്കണം, ഇത് ചിന്തിക്കുകയും ആലോചിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം, SKSFനെ സംബന്ധിച്ചിടത്തോളം 16-ാം തീയതി ഇവിടെ UDF ജയിച്ചാലും, ഇവിടെ LDF ജയിച്ചാലും, ഇവിടെ BJP ഭരണത്തിൽ വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിലൊന്നും ആരെയും ഭയപ്പെടാനോ ആരെയോ തൃപ്തിപ്പെടുത്താനോ ഇല്ല. നമ്മുടെ നയനിലപാട് 15-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും ഒരേ നിലപാട്. എന്നാൽ ഈ ഒരു മനോഹരമായ അവസ്ഥ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പിൽ നിലകൊള്ളുന്നത് സമസ്തയുടെ ഇതിലുള്ള സത്യസന്ധമായ പരിശുദ്ധമായ ദീനിനോട് മാത്രം കൂറുള്ള ഈ നിലപാട് കൊണ്ടാണ്. കേരളത്തെ അല്ലാഹു ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും നമുക്ക് നല്ല മഴ ലഭിച്ചു. 2 ദിവസം മുമ്പ് അസഹ്യമായ ചൂടായിരുന്നു. നമ്മളൊന്ന് കരയുമ്പോഴേക്ക് പടച്ചതമ്പുരാൻ ആകാശം നമ്മളിൽ മേൽ വർഷിച്ചു തന്നു. നമ്മളെ ഖത്തീബുമാർ മിമ്പറിൽ ദുആ ചെയ്യുമ്പോഴേക്ക് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ അന്തരീക്ഷം ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയാണ് നമുക്ക് ലഭ്യമാവുക? ഈ മരത്തിന്റെ ഇടയിലാണ് നിങ്ങളൊക്കെ കസാലയിട്ടിരിക്കുന്നത്. ഇങ്ങനെ പച്ചപ്പരവതാനി വിരിച്ച വൃക്ഷലതാദികൾ നിറഞ്ഞ മനോഹരമായി അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്ര പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ ഭൗമികമായ പ്രപഞ്ചത്തിലെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല
നമ്മുടെ കേരളത്തിന് വേറെയും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അറബിക്കടലിന്റെ തീരത്ത് തൊട്ടുരുമ്മി നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ കേരളം. അറബിക്കടലിന്റെ അസഹ്യമായ അലമാലകൾ ഒരിക്കൽ പോലും കേരളത്തെ നക്കിത്തുടക്കാനോ കേരളത്തിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ യമപുരിയിലേക്ക് കൊണ്ടുപോകാനോ ആയിരക്കണക്കിന് ആളുകളെ പോലും വെള്ളത്തിലേക്ക് സുനാമിയായി വന്ന് തട്ടിക്കൊണ്ടുപോകാനോ ശ്രമിച്ച കഥകൾ കേരളത്തിന്റെ കഥകളിൽ, കേരളത്തിന്റെ പൂർവ്വചരിത്രങ്ങളിൽ ഇല്ലാത്തതാണ്. എന്നാൽ സുമാത്ര ദ്വീപിൽ അതുപോലെ ലോകത്തുണ്ടായ വൻ സുനാമികൾ ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ ഒന്നടങ്കം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വൻ ഭൂകമ്പങ്ങളും വൻ സുനാമികളും വൻ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു അപകടങ്ങളുടെ കഥ പറയാനൊന്നും നമ്മുടെ കേരളത്തിനില്ല എന്നത് കേരളത്തിന് അല്ലാഹു നൽകുന്ന വലിയ ഒരു ഹിമായത്തിന്റെ, വലിയ ഒരു കാവലിന്റെ ഭാഗമാണ്. എന്താണ് ഈ കേരളത്തിന്റെ വേറെയുമുള്ള സവിശേഷതകൾ? ഇതൊക്കെ അല്ലാഹു നൽകുന്ന, നമ്മുടെ നാട്ടിന്റെ ദീനീ സാഹചര്യം കൊണ്ട് നമുക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. കൃത്യമായി പറഞ്ഞാൽ 14 നൂറ്റാണ്ട് മുമ്പ് മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാം മതം പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് സ്വഹാബികൾ ദീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നിർമ്മിച്ച പള്ളികൾ, ഈ പള്ളികളെപ്പറ്റി ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളൊക്കെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. സ്വഹാബി വര്യൻ നിർമ്മിച്ച, മാലിക് ബിൻ ദീനാറിന്റെ കൂടെ വന്ന സ്വഹാബി വര്യൻ നിർമ്മിച്ച കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളിയെപ്പറ്റി കവികൾ പാടി പുകഴ്ത്തിയത് മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ചൊരു പള്ളി, മലബാറിൽ ഒരു പള്ളി, മാടായി പള്ളി. മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ചൊരു പള്ളി, മലബാറിൽ ഒരു പള്ളി, മാടായി പള്ളി. അങ്ങനെയൊക്കെ പാടിപ്പുകഴ്ത്തിയ കവികളും അതുപോലെ നമ്മുടെ മഹാരഥന്മാരായ ആളുകളുടെ ജീവചരിത്രങ്ങളും നമ്മുടെ മുമ്പിൽ മനോഹരമായി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു മനോഹരമായ കേരളീയ ഇസ്ലാമിക അന്തരീക്ഷത്തിന് പുറമെ കേരളത്തിന് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് കേരളത്തിലെ ഏക പണ്ഡിത പ്രസ്ഥാനമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം കേരള സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. എന്താണ് അനുഗ്രഹമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് മാത്രം അത് സമർത്ഥിക്കട്ടെ. ദീർഘിച്ചു പറയാൻ സമയം പോരാ. വളരെ വിശാലമായ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വളരെ വിശാലമായ വിഷയം എന്റെ മുമ്പിൽ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം. നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം ഒരു വലിയ ഒരു കോൺഫറൻസ് നടക്കുകയാണ്, ഇസ്ലാമിക് കോൺഫറൻസ്. വേൾഡ് തലത്തിലുള്ള, ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുകയാണ്. അത് നടക്കുന്നത് സൗദിയിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഈജിപ്തിലായിക്കോട്ടെ, അത് നടക്കുന്നത് തുർക്കിയിലായിക്കോട്ടെ. ആ ഇസ്ലാമിക കോൺഫറൻസിൽ, ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസിൽ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക പ്രതിനിധികളും സംബന്ധിക്കുകയാണെങ്കിൽ തുർക്കി, ഒരുപാട് കാലത്തെ ഇസ്ലാമിക ചരിത്രം പറയാനുള്ള തുർക്കി അതിൽ സംബന്ധിക്കട്ടെ. മക്കയും മദീനയും നെഞ്ചിലേറ്റാൻ സൗഭാഗ്യം ലഭിച്ച സൗദികളും അതിൽ സമ്മതിക്കട്ടെ. ജാമിഉൽ അസ്ഹറിനെ നെഞ്ചിലേറ്റാൻ സൗഭാഗ്യം ലഭിച്ച യൂസുഫ് നബിയുടെ നാട്ടുകാരായ മിസ്രികളും ഈജിപ്ഷ്യരും സമ്മതിക്കട്ടെ, സിറിയക്കാർ സമ്മതിക്കട്ടെ, യമനികൾ സമ്മതിക്കട്ടെ, ലോകത്തെ എല്ലാ ഇസ്ലാമിക പ്രതിനിധികളും, യുഎഇക്കാരും ഖത്തരികളും ഒമാനികളും ബഹ്റൈനികളും അതുപോലെ സുഡാനികളും സിംഗപ്പൂരുകാരും, അങ്ങനെ ലോകത്തെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അവരുടെ പ്രതിനിധികളായി സമ്മതിക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധികളും സമ്മതിക്കട്ടെ, യു പിയിലെ ഇസ്ലാമിന്റെ പ്രതിനിധികൾ സമ്മതിക്കട്ടെ, ഗുജറാത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധികൾ സമ്മതിക്കട്ടെ. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു ഇസ്ലാമിക കോൺഫറൻസിൽ, ഈ കോൺഫറൻസിൽ ആരധ്യക്ഷം വഹിക്കണം, ഈ കോൺഫറൻസ് ആര് നയിക്കണം എന്ന ചോദ്യത്തിന് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കട്ടെ, അതിന്റെ നേതൃത്വം വഹിക്കട്ടെ എന്നൊരു തീരുമാനം വരികയാണെങ്കിൽ ആരായിരിക്കും ആ അധ്യക്ഷൻ? അബ്ദുള്ള രാജാവാണോ? സൗദിന്റെ മലിക് അബ്ദുള്ള രാജാവാണോ? ഖത്തറിന്റെ അമീറാണോ? ഒമാനിന്റെ സുൽത്താൻ ഖാബൂസാണോ? ഈജിപ്തിന്റെ പ്രസിഡന്റാണോ? ആരാണ് ആ ഇസ്ലാമിക കോൺഫറൻസിന് അധ്യക്ഷം വഹിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം വളരെ കൃത്യമാണ്. അത് മഹാനായ ശൈഖുനാ ചെർശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകളാണ്. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ട്? മഹാനായ ചെർശ്ശേരി ഉസ്താദാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ നായകൻ.
അഥവാ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനം മക്കയിലല്ല, മദീനയിലല്ല, ഒമാനിലല്ല, സിംഗപ്പൂരിലല്ല, ബഹ്റൈനിലല്ല, സാക്ഷാൽ ഈജിപ്തിലോ സിറിയയിലോ യമനിലുമല്ല. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനം ഇവിടെ നട്ടുവളർത്താൻ സാധിച്ചത്, സൗഭാഗ്യം ലഭിച്ചത് കേരള മണ്ണിലാണ്. 10,000-ഓളം മദ്രസകൾ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റാതെ, ആയിരക്കണക്കിന് അറബി കോളേജുകൾ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റാതെ, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റാതെ, മാത്രമല്ല ആയിരക്കണക്കിന് ഇസ്ലാമിക മഹല്ലുകൾ, ആ മഹല്ലുകളിലൊക്കെ ജുമുഅത്ത് പള്ളികളിൽ, ആ ജുമുഅത്ത് പള്ളിയിലെ ഖതീബുമാർ, ആ ഖതീബുമാർ ജനങ്ങളുടെ മുമ്പിലാണ്. യുഎഇയിലെ ഒരു ഖതീബ് വെള്ളിയാഴ്ച ജുമുഅക്ക് വരുന്നത് 12:50-നാണ്. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അയാളെ ജനങ്ങൾ കാണുന്നില്ല. ഖത്തറിലും തതൈവ, യുഎഇയിലും തതൈവ, ഒമാനിലും തതൈവ, അതുപോലെ തന്നെ സൗദിയിലും തതൈവ. നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങൾ അവർ സമൂഹത്തിന്റെ മധ്യത്തിലാണ്, അവർ സമൂഹത്തിന്റെ പ്രബോധനത്തിലാണ്, അവർ സമൂഹത്തിന്റെ സേവനത്തിലാണ്, അവർ സമൂഹത്തിന്റെ പൊളിറ്റിക്കലിലാണ്, അവർ സമൂഹത്തിന്റെ സംസ്കാര രൂപീകരണത്തിൽ സമൂഹത്തിന്റെ ഇടയിലാണ്. ഈ ഒരു പരിതസ്ഥിതി കേരളത്തിൽ സ്ഥാപിച്ചെടുത്തതിന്റെ പിന്നിൽ മഹാന്മാരായ മഖ്ദൂമുമാരുടെ ചുവട് പിടിച്ച് പ്രവർത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ സാന്നിധ്യം, അതിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ മഹിതമായ ഏറ്റവും മനോഹരമായ അവസ്ഥ, ഇതാരാണ് ഇതിനെ നട്ടുവളർത്തിയത്? ഇതിന്റെ സാഹചര്യം എന്തായിരുന്നു? നിങ്ങൾ ആലോചിക്കൂ. രാവിലെ 6 മണി 6:30 നമ്മളെ മദ്രസ ഓപ്പൺ ചെയ്തു. ചെറിയ മക്കൾ, 5 വയസ്സുള്ള മക്കൾ, 3.5 വയസ്സുള്ള മക്കൾ മദ്രസയിലെത്തി. 5:30 മണിക്ക്, 6 മണിക്ക്, 6:30 മണിക്ക്, 7 മണിക്ക് ഈ കുട്ടികൾ വന്ന് ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങുകയാണ്. അലിഫും ബാവും എഴുതി പഠിക്കുന്നു, പറഞ്ഞു പഠിക്കുന്നു, ഖുർആൻ ഓതി പഠിക്കുന്നു, ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുന്നു. ഒരു സിലബസ് തയ്യാറാക്കി. ആരാണ് ഇതിന് നേതൃത്വം വഹിച്ചത്? അബ്ദുർ റബ്ബ് എന്ന വിദ്യാഭ്യാസ മന്ത്രിയല്ല, ബേബിയല്ല, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോ ഈ രാജ്യത്തെ സർക്കാരോ അല്ല. തലയെ കെട്ടുകെട്ടിയ ആലിമീങ്ങളാണ്, ഫൈലിമാരാണ്, ദാരിമിമാരാണ്, ബാക്കവിമാരാണ്. നിങ്ങളാലോചിക്കൂ. മനോഹരമായ ഈ സംവിധാനം നമ്മുടെ ആലിമീങ്ങൾ നേടിയെടുത്തു. മാത്രമല്ല, നമ്മുടെ അറബി കോളേജുകളെ ലോകതലത്തിലുള്ള യൂണിവേഴ്സിറ്റികളാക്കി ഉയർത്തി. ലോകതലത്തിലുള്ള യൂണിവേഴ്സിറ്റികളോട് തത്തുല്യമായ യൂണിവേഴ്സിറ്റികളായി നമ്മുടെ അറബി കോളേജുകളെ ലോകം അംഗീകരിച്ചു. ആരാണ് ഇതിന്റെ സ്ഥാപകർ? അതൊന്ന് ചെറുശ്ശേരി ഉസ്താദ് ചാൻസലറായ ദാറുൽ ഹുദയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ ആനുകൂല്യം പറ്റിയിട്ടില്ല. വി.എസ്. അച്യുതാനന്ദന്റെ സർക്കാരിന്റെ ആനുകൂല്യം പറ്റിയിട്ടില്ല. അതിനു മുമ്പ് മാറി മാറി വന്ന ഒരു സർക്കാരിന്റെ ആനുകൂല്യവും പറ്റിയിട്ടില്ല. നിങ്ങളറിയുമോ, ME എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരായ മുസ്ലിംമാരാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിന് വേണ്ടത് നൽകാൻ മതത്തിന്റെ ചട്ടയണഞ്ഞുകൊണ്ട് തന്നെ, മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് തന്നെ, മതത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിന് വേണ്ടത് നൽകാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ച ഒരു പ്രസ്ഥാനം അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അത് സ്ഥാപിച്ചത് ആരെന്നറിയോ? അത് സ്ഥാപിച്ചത് എന്തിനെന്നറിയോ? അത് സ്ഥാപിച്ചത് എവിടെ വെച്ചെന്നറിയോ? ഈ സമൂഹം കേൾക്കണം. അതൊരു ഗ്രൗണ്ടിൽ വെച്ചല്ല, അതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല, അതൊരു ഭവനത്തിൽ വെച്ചല്ല, അതൊരു പള്ളിയുടെ അകത്തളത്തിൽ വെച്ചാണ്. കോഴിക്കോട് പഴയ ജുമാഅത്ത് പള്ളി. ആരാണതിന് നേതൃത്വം വഹിച്ചത്? 40 ആലിമീങ്ങൾ. ആരായിരുന്നു അവര്? പള്ളികളിൽ നൂറുകണക്കിന് ആലിമീങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന നേതാക്കളായ ആലിമീങ്ങൾ, താടിയും മുടിയും നീണ്ട് നിരച്ച വലിയ വലിയ ആലിമീങ്ങൾ. അതിലൊന്ന് മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അവർകളായിരുന്നു. മുല്ലക്കോയ തങ്ങളുടെ മഹത്വം പറയുകയാണെങ്കിൽ നേരം വെളുക്കുന്നവരെ പറയാനുണ്ട് എനിക്ക്. കോഴിക്കോട് കണ്ണൂർ റോഡിലേക്ക് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ പോയാൽ ഒരു സ്റ്റോപ്പ് കോയാ റോഡ് എന്നാണ് ആ സ്റ്റോപ്പിന്റെ പേര്. ആ റോഡിന് കോയാ റോഡ് എന്ന് പേര് ലഭിക്കാൻ കാരണം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വസതിയിലേക്ക് പോകുന്ന റോഡായതുകൊണ്ടാണ്. ഒരു രാജ്യത്തിന്റെ, ഒരു നാട്ടിന്റെ പേര് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ് എന്ന് നൽകാൻ മാത്രം തങ്ങൾക്ക് സമൂഹത്തിൽ ആശീർവാദവും അനുഗ്രഹവും ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു. അറക്കൽ രാജകുടുംബം, കണ്ണൂരിലെ അറക്കൽ രാജകുടുംബം ഇടക്കിടക്ക് തങ്ങളെ കാണാൻ വേണ്ടി വരുന്ന വഴിയിൽ
തങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കാറുണ്ട്. അറക്കൽ രാജകുടുംബത്തിന്റെ കണ്ണൂരിലെ വസതിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോയിരുന്നത് അന്ന് മഞ്ചലിലായിരുന്നു. മാത്രമല്ല, പോകുന്ന വഴിയോരത്ത് വെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഇളനീർ പറിച്ചു കുടിക്കാൻ വേണ്ടി ഒരാളുടെ ഉയരത്തിൽ മാത്രം എത്തുന്ന ഇളനീർ പറിക്കാൻ പറ്റുന്ന തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അറക്കൽ രാജകുടുംബം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവർക്കുള്ള ബഹുമാനമാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, കോഴിക്കോട് കടപ്പുറം, പുതിയങ്ങാടി കടപ്പുറം, മാറാട് കടപ്പുറമൊക്കെ പ്രസിദ്ധമാണ്. എന്താണ് പ്രസിദ്ധം? എപ്പോഴും മാസം കാണൽ മിക്കവാറും അവിടെയായിരിക്കും. മാറാട് കടപ്പുറം പോലെ അതിലേറെ പ്രസിദ്ധമാണ് പുതിയങ്ങാടി കടപ്പുറം. പുതിയങ്ങാടിക്ക് പുതിയങ്ങാടി എന്ന നാമം ലഭിച്ചത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊണ്ടാണ്. തങ്ങൾ അവിടെ വീട് വെച്ച് താമസിച്ചു. തങ്ങളെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ഒഴുകി വന്നു. അവർക്ക് ചായ വെക്കാൻ ഒരു ചായക്കടക്കാരൻ വന്നു. ആ ആളുകൾക്ക് തങ്ങളെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിക്കണം. അപ്പം വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ കേനും കന്നാസും വേണം. ഒരു കന്നാസിന്റെ ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങി. അതുപോലെ തങ്ങളെ കൊണ്ട് നൂല് മന്ത്രിപ്പിക്കുന്ന ആളുകൾക്ക് നൂല് ആവശ്യം വന്നു. ഒരു നൂലിന്റെ ഷോപ്പ് തുടങ്ങി. അങ്ങനെ പല പല ഷോപ്പുകളും തുടങ്ങിയപ്പോൾ അവിടെ ഒരു പുതിയ അങ്ങാടി ഉണ്ടായി. അതാണ് പുതിയങ്ങാടി. നിങ്ങൾ ആലോചിക്കുക, ആരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? ഇനി നിങ്ങൾ നോക്കണോ, കറാമത്ത് കൊണ്ട് ജനമനസ്സിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. അങ്ങനെയുള്ള വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലുള്ള 40 ആലിമീങ്ങളുടെ സംഗമമാണ്. 40 ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ സംഘടന 1926 കോഴിക്കോട് പഴയ ജുമുഅത്ത് പള്ളിയിൽ വെച്ച് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ മഹിതമായ സേവനങ്ങൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല. കഴിഞ്ഞ വർഷം ഈ മാസം ഞാൻ മലേഷ്യയിൽ ചെന്നു. മലേഷ്യയിലും സിംഗപ്പൂരിലും ചെന്നു. മലേഷ്യയിൽ പോയി നോക്കുമ്പോൾ 16 മദ്രസകളുണ്ട്. ഇവിടെ 16 മദ്രസകൾ. അതിലൊന്നാമത്തെ മദ്രസ മഹാനായ ബാഫക്കിത്തങ്ങളും മഹാനായ പൂക്കോയത്തങ്ങളും പോയി സ്ഥാപിച്ചതാണ്. നിങ്ങൾ ആലോചിക്കൂ, ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും സ്ഥാപിച്ച ഒന്നാമത്തെ മദ്രസന്റെ ചുവട് പിടിച്ച് പിന്നെ 15 മദ്രസയും വന്നപ്പോൾ 16 മദ്രസ, സമസ്തയുടെ മദ്രസ. UAE പോയപ്പോ ഗംഭീരമായ മദ്രസകൾ. ഒമാനിലെ നമ്മുടെ നാട്ടിനേക്കാളും വലിയ മദ്രസ കെട്ടിടം കെട്ടിക്കൊടുത്തത് ഗൾഫാർ അലിയാണ്. ആ ഗൾഫാർ അലി കെട്ടിക്കൊടുത്ത വലിയ മദ്രസ. എത്ര ഉസ്താദുമാരാ ജോലി ചെയ്യുന്നത് ഒമാനിലെ മസ്കത്തിലും സെലാലയിലും സീബിലും അതുപോലെ സോഹാറിലും സൂറിലും സർവ്വസ്ഥലത്തും എല്ലാ രാജ്യത്തുമുണ്ട് മദ്രസ. ആരാണ് ഇവിടെ സ്ഥാപിച്ചത്? ഇത് കേരളത്തിൽ നിന്ന് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ സ്ഥാപിച്ചത്. അങ്ങനെ ഈ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ ഇത്ര വളർത്തിക്കൊണ്ടുവന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ബഹുമാനപ്പെട്ട സമസ്തയുടെ 4 പതിറ്റാണ്ട് കാലത്ത് സെക്രട്ടറി ആയിരുന്ന മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദാണ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് അതിനെത്തിച്ചത്. 4 പതിറ്റാണ്ട് കാലത്തിലേറെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദത്തിലിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ കണ്ടുമുട്ടാനും ഒരുമിച്ച് കൂടാനും ഭാഗ്യം തരുമാറാവട്ടെ. കുറച്ചും കൂടി ഇങ്ങോട്ട് തിരിച്ചുവിടാൻ മതി. ഫാന് ശരിയായിട്ടില്ല. എന്താ പെൺഡ്രൈവ് ഊത്തുന്നുണ്ടാ? ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അവർ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അതിന്റെ ഏറ്റവും പുരോഗതിയിലേക്ക് എത്തിച്ച അതിന്റെ മുന്നണി പോരാളികളിൽ ഒരാൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയായിരുന്നു. ഈ കേരളത്തിന്റെ നാനാ തലങ്ങളിലും ഓടി നടന്ന ശംസുൽ ഉലമ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ. അങ്ങനെ ഇതിനെ പർവ്വതീകരിച്ച് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിന്റെ സന്ദേശം എത്തിച്ചു. ആരായിരുന്നോ ശംസുൽ ഉലമ എന്ന് കേരള ജനതയോട് അധികം പരിചയപ്പെടുത്തേണ്ടതില്ല. ശംസുൽ ഉലമ ആരായിരുന്നു? ശംസുൽ ഉലമനെ മനസ്സിലാക്കാൻ തന്റെ ജീവിതം, തന്റെ ഇൽമ്, തന്റെ കഴിവ്, തന്റെ പ്രതാപം ഓരോന്നോടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ആരായിരുന്നു ശംസുൽ ഉലമ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടുത്തെ വഫാത്ത് മാത്രം നോക്കിയാൽ മതി. ശംസുൽ ഉലമന്റെ വഫാത്ത് മാത്രം നോക്കിയാൽ മതി. ശംസുൽ ഉലമ വഫാത്തായത് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചാണ് വഫാത്തായത്. തിങ്കളാഴ്ച സുബഹിന്റെ തൊട്ട് മുമ്പാണ്, സുബഹിന്റെ സമയത്താണ് വഫാത്താകുന്നത്. തിങ്കളാഴ്ച സുബഹിക്ക് വഫാത്താകുന്നുവെങ്കിലും ആ ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങളാ ശംസുൽ ഉലമ ചെയ്തു തീർത്തത്.
ശംസുലുലമ എന്ന അത്ഭുത പുരുഷനെ മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. ശംസുലുലമ രോഗം പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ശനിയാഴ്ച അതാ ശംസുലുലമ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോവുകയാണ്. തിങ്കളാഴ്ച വഫാത്താകുന്നതിന്റെ തൊട്ടുമുമ്പത്തെ ശനിയാഴ്ച, ആ വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട ശംസുലുലമ 2 തങ്ങന്മാരെ അടുത്തേക്ക് വിളിക്കുകയാണ്. ആരാണ് 2 തങ്ങന്മാർ എന്നറിയോ? ആ 2 തങ്ങന്മാരിൽ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഒരാൾ വഫാത്തായിട്ടുണ്ട്. ജീവിച്ചിരിപ്പുള്ള മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദ് അസ്ഹരി തങ്ങളവറുകളാണ്. മറ്റൊന്ന് മരണപ്പെട്ടുപോയ ജാമിഅ നൂരിന്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട PBS തങ്ങളാണ്. 2 തങ്ങന്മാരെയും അടുത്ത് വിളിച്ചുകൊണ്ട് ശംസുലുലമ പറഞ്ഞത് എന്താണെന്നറിയോ? ശംസുലുലമന്റെ ശിഷ്യന്മാരായ തങ്ങന്മാരോട് ശംസുലുലമ പറഞ്ഞത് എന്താണെന്നറിയോ? തങ്ങന്മാരെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്റെ സമസ്തയുടെ പ്രവർത്തകരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. ശംസുലുലമന്റെ ദീർഘദൃഷ്ടി അറിയാൻ, ശംസുലുലമന്റെ കറാമത്ത് അറിയാൻ ഈ ഒരൊറ്റ സംഭവം മതി. 2 തങ്ങന്മാരെ വിളിച്ചിട്ട് ശംസുലുലമ പറഞ്ഞു, നിങ്ങൾ 2 ആളും പോകണം വേഗം വരക്കലേക്ക് നിങ്ങൾ പോകണം. പുതിയങ്ങാടി കടപ്പുറത്തിനടുത്ത് വരക്കൽ എന്ന സ്ഥലം, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മറവിട്ട് കിടക്കുന്ന സ്ഥലം, അത് ആ തങ്ങന്മാരെ കുടുംബത്തിനുണ്ട് കയ്യിലുള്ള സ്ഥലമാണ്. ആ തങ്ങന്മാരെ കുടുംബ സ്വത്തായ ആ സ്ഥലം, അവിടെയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന സമസ്തയുടെ പ്രസിഡന്റ് മറവിട്ട് കിടക്കുന്നത്. ആ സ്ഥലം പോയി സമസ്തക്ക് നിങ്ങൾ വാങ്ങണം. അത് സമസ്തക്ക് വേണ്ടതാണ്, നിങ്ങൾ വാങ്ങണം. ശംസുലുലമ വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് ഈ പ്രഗത്ഭരായ തങ്ങന്മാരെ വിട്ടിട്ട് തങ്ങന്മാരിൽ നിന്ന് ആ സ്ഥലം സമസ്തക്ക് വാങ്ങാൻ വേണ്ടി 2 ആളും പോയി പറഞ്ഞു, വില പറഞ്ഞു ഉറപ്പിച്ചു. ശംസുലുലമനോട് വന്ന് റിസൾട്ട് നൽകി. ശംസുലുലമന്റെ നിർദ്ദേശപ്രകാരം സമസ്തന്റെ കീഴിൽ അത് വാങ്ങിവെക്കുകയാണ്. ശനിയാഴ്ച, അത് കഴിഞ്ഞ് ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. ശംസുലുലമ ഫാത്തിമ ഹോസ്പിറ്റലിൽ വിശ്രമത്തിലാണ്, രോഗത്തിലാണ്. അന്ന് ശൈഖുന യോഗത്തിൽ പങ്കെടുക്കൂലെന്നെല്ലാവർക്കും അറിയാം. കാരണം പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ എല്ലാ കണക്കുകളും വെട്ടിച്ചുകൊണ്ട് എല്ലാ യോഗത്തിലും അധ്യക്ഷം വഹിക്കുന്ന ശംസുലുലമ ഇല്ലാത്തൊരു യോഗത്തെപ്പറ്റി ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കവേ മഹാനായ ശംസുലുലമേതാ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്ന് തന്റെ കാറ് തിരിക്കുന്നു. തന്റെ കുത്തിപ്പിടിക്കുന്ന വടിയുമായി വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലേക്ക്, ബുക്ക് ഡിപ്പോയിലേക്ക്, വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് മഹാനായ ശൈഖുനാനെ സ്വീകരിച്ച് ശൈഖുന അവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ, സമസ്തക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഖിയാമത്ത് നാൾ വരെ സമസ്തയെ നയിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അവിടുന്ന് പറഞ്ഞ 1ാമത്തെ നിർദ്ദേശം, എല്ലാ വർഷവും സമസ്തക്ക് ഒരു പ്രാർത്ഥനാ ദിനം വേണം. ഇവിടെ മൈദിനമുണ്ട്, ഇവിടെ ശിശുദിനമുണ്ട്, ഇവിടെ പുകവലി നിരോധ ദിനമുണ്ട്, ഇവിടെ AIDS ദിനമുണ്ട്, ഇവിടെ എല്ലാറ്റിനും ദിനമുണ്ട്. എങ്കിൽ സമസ്തക്കൊരു ദിനം വേണം. അത് പ്രാർത്ഥനാ ദിനമാണ്. അത് കൊണ്ടാടേണ്ടത് പങ്ങാടിയിലല്ല, അത് കൊണ്ടാടേണ്ടത് മദ്രസകളിലൂടെയാണ്, മക്കളിലൂടെയാണ്. എല്ലാ ദിവസവും മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം വർഷത്തിൽ വേണമെന്ന് ശൈഖുന നിർദ്ദേശം നൽകുന്നു. സമസ്തന്റെ കീഴിൽ ഈ മഹത്തായ വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകളുടെ മഖാമ് സമസ്തന്റെ കീഴിലാക്കാൻ ശൈഖുന നിർദ്ദേശം നൽകുകയാണ്. ആ യോഗം കഴിഞ്ഞ് ശൈഖുന പോവുകയാണ്. പോകുമ്പോ 2 ആളുകളെ വീണ്ടും വിളിച്ച്, ആരാണ് 2 ആളുകളെന്നറിയോ? ഒന്ന് PBS തങ്ങളാണ്, ഒന്ന് അസ്ഹരി തങ്ങളാണ്. സമസ്തക്ക് ഈ സ്ഥലം വാങ്ങിക്കൊടുത്ത് അതിനുവേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച 2 തങ്ങന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങന്മാരെ, നിങ്ങൾ തിങ്കളാഴ്ച ഒന്ന് എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ വീട്ടിലേക്ക് തിങ്കളാഴ്ച വരണം എന്ന് ശൈഖുന പറയുമ്പോൾ എന്തോ മറ്റൊന്നും കൂടി വാങ്ങാനുണ്ടാകുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ അറിയുമോ എന്താണ് തിങ്കളാഴ്ച സംഭവിച്ചതെന്നറിയോ? ആകാശം പോലും കരഞ്ഞൊരു ദിനമായിരുന്നു അത്. മഹാനായ ശൈഖുനാനെ ഞായറാഴ്ച കാണാമെന്നവരോട് പറയുന്നു, നാളെ നിങ്ങൾ കാണാൻ വരണം. ഉടനെ വീട്ടിലേക്ക് വിവരം കൊടുക്കുകയാണ്, തിങ്കളാഴ്ച വീട് വൃത്തിയാക്കി വെക്കണമെന്ന്. മഹാനായ ശൈഖുന ഞായറാഴ്ച രാത്രി ഉറങ്ങിയിട്ടില്ല. ഞായറാഴ്ച രാത്രി ശൈഖുന ഉറങ്ങിയിട്ടില്ല. രാത്രി രോഗം മൂർച്ഛിച്ചപ്പോൾ ദിക്റിലാണ്. ശൈഖുനാന്റെ സ്വഭാവം 2 മണിക്കൂറേ രാത്രി ഉറങ്ങൂ. ബാക്കി മുഴുവനും ഒന്നുകിൽ കിതാബ് അല്ലെങ്കിൽ ദിക്ർ, ഒന്നുകിൽ കിതാബ് അല്ലെങ്കിൽ ദിക്ർ.
മഹാനായ ശൈഖുന അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. യാസീൻ ഓതലാണ്, ദിക്റിലാണ്. ഏതാണ്ട് സുബ്ഹിനോടടുത്തെത്തിയപ്പോൾ അടുത്തിരിക്കുന്ന ഖാദിമീങ്ങളോട് പറഞ്ഞു, യാസീൻ ഓതോ മക്കളെ. യാസീൻ ഓതി തുടങ്ങുകയാണ്. യാസീൻ ഓതി 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 അടുത്തിരിക്കുന്ന കുട്ടി യാസീൻ ഓതിയിട്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സ്വർഗവാസികൾ ആശംസകൾ നേരുന്ന വാചകത്തിന്റെ അടുത്തേക്ക് കുട്ടി ഓതിയെത്തിയപ്പോൾ ശൈഖുനാന്റെ കയ്യതാ കുട്ടിയുടെ കാലിൽ പതിയുകയാണ്. മോനെ ആവർത്തിച്ചോതു എന്നർത്ഥത്തിൽ ഒന്ന് കൊട്ടിയപ്പോൾ വീണ്ടും ആ കുട്ടി ഓതി സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ടാമതും കൊട്ടുകിട്ടി വീണ്ടും ആ കുട്ടി ഓതി സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. വീണ്ടും തുടർന്ന് കുട്ടി ഓതുകയാണ് വൈലൈഹി തുർജഊൻ എന്ന് കേൾക്കുമ്പോഴതാ കോഴിക്കോട് പള്ളിയിലെ ജുമുഅത്ത് പള്ളിയിലെ മിനാരത്തിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുകയാ. ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ ബാങ്കൊലികൾ മുഴങ്ങിയിട്ട് മഹാനായ ശംസുൽ ഉലമ നിലകൊള്ളുന്ന റൂമിലേക്ക് മടിച്ചിട്ടതിന്റെ ശബ്ദം കയറിയപ്പോൾ മഹാനായ ശൈഖുന അതിന് ഇജാബത്ത് കൊടുക്കുകയാണ്. അവിടുന്ന് ചുണ്ടനങ്ങുകയാണ്. വൈലൈഹി തുർജഊൻ എന്ന് നിർത്തിയിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ തീരുന്ന താമസം മഹാനായ ശംസുൽ ഉലമ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലം യതകല്ലം ബഅദഹു. പിന്നെ ശംസുൽ ഉലമ സംസാരിച്ചിട്ടില്ല. അതായിരുന്നു തന്റെ അവസാനത്തെ വാചകം. കലിമത്തു തൗഹീദാണ്. അത് ബാങ്കിന്റെ ഇജാബത്തിന്റെ കലിമത്തു തൗഹീദാണ്. അത് യാസീൻ ഓതി വിരമിച്ച രാവാണ്. അതേ യാസീൻ ഓതി വിരമിച്ച ഉടനെയാണ്. അതേ വുളു എടുത്ത സമയമാണ്. അത് പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ്. അതേ സുബ്ഹിന്റെ സമയമാണ്. താൻ ഒരുങ്ങി ക്ഷണിച്ച സമയത്താണ്. വആഖിറു അൽഫാദി അദാനി മുഖാരിനു ബിഅൽഫാദിഹിം ഉഖ്റല്ലതി ലം തുആഖബി. അവസാനത്തെ വാചകം ബാങ്കിന്റെ വരിയോട് മുഖാരനായ കലിമത്തു തൗഹീദ് കൊണ്ട് തന്റെ വാക്ക് സമാപിച്ചുകൊണ്ട് തന്റെ ജീവിതം വെളിച്ചമായിരുന്നു, തന്റെ ജീവിതം പ്രകാശമായിരുന്നു. താൻ നയിച്ച സരണി, താൻ ഇവിടെ വെട്ടിത്തെളിയിച്ച ദിശ അത് സത്യത്തിന്റെ ദിശയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്റെ വഫാത്ത് കൊണ്ടും വളരെ കൃത്യമായി നർമ്മത്തിൽ നിന്നുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ അവതരിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അതാണ് ശൈഖുന. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറയണോ? ആരാ കണ്ണിയത്ത് ഉസ്താദ് എന്നറിയാത്ത കേരള മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ അധികം പറയണ്ട. കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അവർ നയിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർത്തിക്കൊണ്ടുവന്ന ആ സമസ്തയുടെ അനുഗ്രഹങ്ങൾ ലോകം മുഴുവനും ആസ്വദിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ, ഉപയോഗപ്പെടുത്തുമ്പോൾ ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ദുഃഖകരമായൊരവസ്ഥയുണ്ടായി. കേരളത്തിനൊരു ശാപം, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എപ്പോഴും സന്തോഷിക്കും, അതിന്റെ പിന്നിൽ വിഷമുണ്ടാവും ഉറപ്പല്ലേ? കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മതസംഘടനകളുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസ് സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് അവരുടെ വന്നത്? ഈ സമുദായത്തിന്റെ വോട്ട് ഭിന്നിക്കാൻ. ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ വോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര. കാരണം ഒരു 10 മുസ്ലിം സ്ഥാനാർത്ഥിയുണ്ട്, മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ്. ഗുജറാത്ത് മോഡൽ, UP മോഡൽ, ഉത്തരേന്ത്യ മോഡൽ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നു. എന്നിട്ട് പത്രപ്രസ്താവന, മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കരുത്. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടി. പിന്നെ എവിടെയാ ഭിന്നിക്കാതിരിക്കുക? അതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തന്നെ അടർത്തിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ പ്രസ്ഥാനം. എന്തിനാണ് ഇതിന്റെ ആവശ്യം? മുജാഹിദ്, അതുപോലെ SDPI, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ. ഞാൻ രാഷ്ട്രീയം പറയല്ല, ഞാൻ കൃത്യമായി പറയുകയാണ്. ഈ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഈ സമുദായത്തിന്റെ വോട്ട് ഭിന്നിക്കരുത് എന്ന് ആരാ പറയാത്ത? എല്ലാവരും പറയുന്നു. എല്ലാവരും സ്വന്തം പാർട്ടിയൊക്കെ. പിന്നെ എവിടെ ഭിന്നിക്കാതിരിക്കുക? ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമയുടെ മനോഹരമായ മുന്നേറ്റത്തിന് മുമ്പിൽ 89-ൽ ബഹുമാനപ്പെട്ട സമസ്തയെ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. സമസ്തയിൽ പ്രവർത്തിച്ച കുറെ ആളുകളെ ഒരുമിച്ച് കൂട്ടി. അതിന്റെ മുമ്പിൽ നിന്ന് സമസ്തയുടെ മുശാവറ മെമ്പർമാരിൽപ്പെട്ട 6 ആളുകൾ, സമസ്തയുടെ ഉപസമിതികളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ, സമസ്തയുടെ പല മാസികകളും മാഗസിനുകളൊക്കെ കൊണ്ടു നടക്കുന്ന അതിന്റെ അധികാരങ്ങളൊക്കെ കയ്യിൽ വെച്ച് നടക്കുന്ന കുറച്ച് ആളുകൾ സംഘടിച്ചുകൊണ്ട് സമസ്തയിൽ നിന്നിറങ്ങിപ്പോയി പുതിയൊരു പ്രസ്ഥാനമുണ്ടാക്കി. അതിന് നേതൃത്വം വഹിച്ച ആള് എന്ന നിലക്ക്
പേര് പറയാതിരിക്കാൻ കഴിയൂല. പരമാവധി വ്യക്തി പരാമർശങ്ങൾ ഒഴിവാക്കിയിട്ട് വിമർശനാത്മകമായ ഭാഗങ്ങൾ ഒഴിവാക്കി സംസാരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ വിഷയം അങ്ങനെ ആയതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയൂല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഈ അബൂബക്കർ മൗലവിയുടെ നേതൃത്വത്തിൽ 6 ആളുകൾ പുതിയൊരു സംഘടന ഉണ്ടാക്കുകയായിരുന്നു. എപ്പോഴ് ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുന ഏതാണ്ട് 35-40ഓളം കൊല്ലമായി സമസ്തയുടെ സെക്രട്ടറിയായി സമസ്തയെ നയിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രസിഡന്റ് മഹാനായ കണ്യത്ത് ഉസ്താദ് ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ കാലത്തോളം ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അതിന്റെ പ്രസിഡന്റുമായി നിലകൊള്ളുന്ന സമയത്ത് ആ നേതൃത്വത്തിന് കീഴിൽ എല്ലാ ആലിമീങ്ങളും ശിഷ്യന്മാരുമായി അവരനുസരിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുന്ന സമയത്ത് എന്നിട്ടോ പുതിയൊരു സംഘടനയുണ്ടാക്കി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയൊരു സംഭവം ഇല്ല. എന്തുകൊണ്ടെന്നറിയോ? ഉസ്താദിനെതിരെ, ഉസ്താദുമാർക്കെതിരെ, ആലിമീങ്ങൾക്കെതിരെ കുറച്ച് ആളുകൾ സംഘടിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. അപ്പൊ ഉദാഹരണം, ഈ നാട്ടിന്റെ പേര് കൃത്യം കൊടിഞ്ഞി തന്നെയല്ലേ? അല്ല, മീൻ നഗർ, നഗറിന്റെ പേരല്ല, കൊടിഞ്ഞിയായിക്കോട്ടെ. കൊടിഞ്ഞിയിൽ ഇവിടെ പ്രായം ചെന്ന കുറെ ആലിമീങ്ങൾ, ഈ ആലിമീങ്ങൾക്കെതിരെ കുറച്ച് ആളുകൾ സംഘടിച്ചു വരിക എന്ന് പറഞ്ഞാൽ നല്ലതല്ലല്ലോ, അതപകേടല്ലേ? ഈ നാട്ടില് പണ്ടേ നാട് ഭരിച്ചു വരുന്ന കുറെ കാരണവന്മാർ, പ്രായം മൂത്തവരുണ്ട്. അവർക്കെതിരെ ഈ നാട്ടിലെ കുറച്ച് പിള്ളേർ കൂടിയിട്ട്, കുറച്ച് ചെറുപ്പക്കാർ കൂടി, പ്രായമുള്ളവർക്കെതിരെ, കാരണവന്മാർക്കെതിരെ, ഈ നാട്ടിലെ നാട്ടുവാഴികൾക്കെതിരെ, ഉന്നതരായ ഉമറാക്കൾക്കെതിരെ, അത് നല്ല വഴക്കല്ലല്ലോ. എന്നാൽ ഇതൊന്നുമല്ല. ഇത് സമസ്തയിലെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളാണ്. മഹാനായ ശംസുൽ ഉലമ വലിയായിരുന്നു, മഹാനായ കണ്യത്ത് ഉസ്താദ് വലിയായിരുന്നു, മഹാനായ ബഹുമാനപ്പെട്ട സമസ്തയുടെ മറ്റ് ആലിമീങ്ങൾ ഉസ്താദുമാർ ഔലിയാക്കളായിരുന്നു, ഔലിയാക്കളെ സംഘടനയായിരുന്നു, പള്ളിയിൽ വെച്ച് രൂപീകരിച്ച മുറിയാത്ത സംഘടനയായിരുന്നു, ബാഫക്കത്തങ്ങൾ തേനൂട്ടി വളർത്തിയ സംഘടനയായിരുന്നു, പൂക്കോയത്തങ്ങൾ പാലൂട്ടി വളർത്തിയ സംഘടനയായിരുന്നു, പാണക്കാട് തങ്ങന്മാർ അവർ നെഞ്ചിലിട്ട് സ്നേഹിച്ച സംഘടനയായിരുന്നു. ആ സംഘടനയിൽ ആ ഭിന്നിപ്പുണ്ടാക്കി 6 മൗല്യന്മാർ. കണ്യത്ത് ഉസ്താദിന്റെ മനസ്സ് വേദനിക്കൂലേ? താൻ പ്രസിഡന്റായ സംഘടന പിളർത്തിയപ്പോ കണ്യത്ത് ഉസ്താദിന്റെ മനസ്സ് വേദനിക്കോ ഇല്ലേ? എന്നിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പ്രസിഡന്റ് ആരാ? ഉള്ളാൾ തങ്ങൾ. ഇപ്പം ചില ആളുകൾ പറയും കണ്യത്ത് ഉസ്താദിന് ഉള്ളാൾ തങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, അത്ര ഇഷ്ടമായിരുന്നു എന്ന്. എന്നിട്ട് ആ അരുമ ശിഷ്യൻ, അത്ര ഇഷ്ടപ്പെട്ട ശിഷ്യന് ഉസ്താദിനെതിരെ സംഘടന ഉണ്ടാക്കി അതിന്റെ പ്രസിഡന്റായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ബാപ്പാക്കെതിരെ മകൻ. ഞങ്ങളുടെ നാട്ടിൽ കോളാരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത്. അവിടെ ആകെ 35 വീടാണ്, 3 പള്ളിയാണ്. അപ്പൊ ഒരു പള്ളിയിൽ എത്ര വീട്ടുകാരുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ട് 3ാമത്തെ പള്ളിക്ക് പിരിവിന് ദുബൈ പോയപ്പോ കുറെ ചെറുപ്പക്കാരെ കൂടി മരുഭൂമിയിലിട്ട് അടിച്ചത്ര. എന്തിനാടാ കോളാരിയിൽ വലിയൊരു പള്ളി? 35 വീട്ടിന് 3ാമത്തെ പള്ളിക്ക് പിരിവിന് പോയി ദുബൈയിലേക്ക്. മരുഭൂമിയിലിട്ട് അടിക്കല്ല വേണ്ടത്, അവരെ കടലിലിട്ട് മുക്കുക വേണ്ടത് എന്റെ ഭാഷ. അപ്പോ വളരെ പ്രശ്നമുണ്ടായി. നാട്ടിലും വന്ന പ്രശ്നം, ബാപ്പ ഒരു ഭാഗത്ത്, മകൻ ഒരു ഭാഗത്ത്. ബാപ്പ ഇക്കെയാണ്, മകൻ AP-യാണ്. ബാപ്പാക്ക് തല്ലുകിട്ടിയിട്ട് ബാപ്പാന്റെ കണ്ണ് പൊട്ടി, 2 കണ്ണും പൊട്ടി. അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുക. അടിച്ചാൾക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ബാപ്പാനെ അടിച്ച് കണ്ണു പൊട്ടിയതല്ല, ബാപ്പാക്ക് ജന്മനാ കണ്ണു പൊട്ടിയതാണെന്ന ബാപ്പാക്കെതിരെ വാദിക്കാൻ ആരാ വന്നറിയോ? സ്വന്തം മകൻ. ബാപ്പാന്റെ കണ്ണ് അടിച്ചിട്ട് പൊട്ടിയൊന്നുമല്ല, ജന്മനാ ബാപ്പാക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയാൻ വേണ്ടി കോടതി വളപ്പിലേക്ക് വന്നത് സ്വന്തം മകൻ. ഒരു മുസ്ലിയാറാണ് അയാൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാളെ തൊലിക്കെട്ടി. അയാളൊരു മാസ്റ്ററാണ്. അയാൾ വിദ്യാഭ്യാസത്തിന്റെ ആഴങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യ, നീ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗമേ നീ അധപ്പതിച്ചാൽ ഈ AP-കാരനാകുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയി. ബാപ്പാക്കെതിരെ എവിടെ എത്തി? എന്നാൽ അതൊന്നുമല്ല കളി ഇവിടെ. ഇത് സംഭവിച്ചതെന്താണെന്നറിയോ? മഹാനായ ശംസുൽ ഉലമ സെക്രട്ടറിയായ, കണ്യത്ത് ഉസ്താദ് പ്രസിഡന്റായ, വരക്കൽ മുല്ലക്കോയത്തങ്ങളാൽ രൂപീകരിച്ച ഔലിയാക്കളെ സംഘടനയിൽ പിളർപ്പുണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഔദ്യോഗിക സംഘടനക്കെതിരെ കണ്യത്ത് ഉസ്താദിന് 1-ാം പ്രതിയും ശംസുൽ ഉലമ 2-ാം പ്രതിയുമാക്കിയിട്ട് കേസ് കൊടുത്തു. മുഷാവറന്റെ യോഗം നടക്കുകയാണ്. യോഗത്തുനിന്ന് പുറത്തിറങ്ങാൻ വരാത്ത വിധം ജനങ്ങളെ ഇറക്കിയിട്ട് പ്രക്ഷോഭം നടത്തിയിട്ട് ഉസ്താദുമാർ റൂം വളഞ്ഞു. ഉടനെ ബുക്ക് ഡിപ്പോയിൽ നിന്ന് പോലീസിനെ വരുത്തി. പോലീസ് വന്നിട്ടാണ് കണ്യത്ത് ഉസ്താദ് പുറത്തുപോയത്. പോലീസിന്റെ പെട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പുറത്തുപോയത്. ആരാണ് പുറത്തു നിൽക്കുന്നറിയോ? പൊതുജനങ്ങള്. ആരാണ് ഈ ജനങ്ങളെ ഇറക്കിയെന്നറിയോ? ആ ഇറക്കിയതിന് നേതൃത്വം വഹിച്ചത് ഈ ഇറങ്ങിപ്പോയ 4 ആളുകൾ, ഈ ഇറങ്ങിപ്പോയ 6 ആളുകൾ. ആരാണ് അവരെന്നറിയോ? കണ്യത്ത്
കണ്യത്തുസ്താദിന്റെ ശിഷ്യന്റെ 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 ശിഷ്യൻ കണ്യത്തുസ്താദിന്റെ ശിഷ്യനാ ശംസുലുലമാ, ശംസുലുലമന്റെ ശിഷ്യനാ ഉള്ളാൽ തങ്ങള്, ശംസുലുലമന്റെ ശിഷ്യനാ KK അബൂബക്കർ ഹസരത്ത്, ആ അബൂബക്കർ ഹസരത്തിന്റെ ശിഷ്യനാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ ശംസുലുലമന്റെ ശിഷ്യനും ശംസുലുലമന്റെ ശിഷ്യന്റെ ശിഷ്യന്മാരും അതിന്റെ ചോടയുള്ള കുറച്ചാളുകൾ ചേർന്നുകൊണ്ട് ജനത്തെ ഇറക്കിയിട്ട് ഉസ്താദിനെതിരെ, ഉസ്താദിന്റെ ഉസ്താദിനെതിരെ, ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദിനെതിരെ, ഔലിയാക്കൾക്കെതിരെ, ആലിമീങ്ങൾക്കെതിരെ ജനങ്ങൾ ഇറക്കിയിട്ട് ഗരാവോ ചെയ്യുകയാണ്, പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ്, നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇതിന് മാപ്പുണ്ടോ? ഇതിന് സമൂഹത്തിൽ മാപ്പുണ്ടോ? ഇതിന് വേദങ്ങളിൽ മാപ്പുണ്ടോ? ഇതിന് ചരിത്രത്തിൽ മാപ്പുണ്ടോ? ഉമ്മാക്കെതിരെ മകൾ കേസ് കൊടുക്കുക, ബാപ്പാക്കെതിരെ മകൻ കേസ് കൊടുക്കുക. ബാപ്പ ഇനി വ്യഭിചരിച്ചു നോട്ടിക്കോളൂ, എന്നാലും ബാപ്പ ബാപ്പയല്ലേ. ഉമ്മ എന്ത് തെറ്റ് ചെയ്താലും ഉമ്മ ഉമ്മയല്ലേ. എന്തൊക്കെയാ കണ്യത്തുസ്താദിനെ ശംസുലമന്റെ പറ്റി പറഞ്ഞെന്നറിയോ? പക്ഷെ ഒരു കാര്യമുണ്ട്, കണ്യത്തുസ്താദിന്റെയും ശംസുലമന്റെയും ജീവിതത്തിൽ ഒരു കറാഹത്തിന്റെ കറ പോലും ഇല്ലാത്ത ലോകത്ത് അതുല്യമായ ആലിമീങ്ങളാണ് ഇന്ന് അവരെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അത് പറഞ്ഞാലേ ഇവിടെ നടക്കൂന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കേട്ടോളൂ, സാക്ഷാൽ കാന്തപുരത്തിന്റെ അരിമശിഷ്യൻ പേരോട് എല്ലാ നുണക്കും ഹദീസുവായത്തും പറഞ്ഞു നടക്കുന്ന ഗംഭീരമായ മുജ്തഹിദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞിട്ടു. ആരാ കണ്യത്തുസ്താദ്? ശരിക്കും കേട്ടോളൂ നിങ്ങൾ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്തുസ്താദ് വരെ സമസ്തയുടെ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ നീങ്ങി വന്നതാണ്. കണ്യത്തുസ്താദ് അവറുകളാണെങ്കിലോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. കണ്യത്തുസ്താദ് മറ്റൊന്ന് ആരാണ് മഹാനായ കണ്യത്തുസ്താദ് എന്നാ പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്, മുഖറവിയായ ആലിമാണ്. അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്, ചെറിയ സ്ഥാനം എന്നല്ല, വലിയ സ്ഥാനം. അത് ചെറിയ കാര്യമാണോ? അങ്ങനെയുള്ള കണ്യത്തുസ്താദ് പ്രസിഡന്റ് ആയപ്പോ പിന്നെന്തിനാ നിങ്ങൾ വേറെ സംഘടന ഉണ്ടാക്കിയത്? അതിന്റെ കാര്യം പറയണം, തലക്കുന്നേ തുടങ്ങണം, അത് ജനങ്ങൾക്ക് മനസ്സിലാകണം. എന്റെ ഈ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നൂറുകണക്കിന് കൊടിഞ്ഞി നിവാസികളും പരിസര നിവാസികളുമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, എന്റെ സംസാരം ശ്രവിക്കുന്ന ഈ രാജ്യത്തുള്ള നാനാജാതി ജനങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, അള്ളാഹുവിന്റെ അടുക്കൽ ഉഖറവിയായ പണ്ഡിതനാണ്, വലിയ സ്ഥാനമുള്ള ആളാണെന്ന് വിശ്വസിക്കുന്ന കണ്യത്തുസ്താദ് പ്രസിഡന്റായ സംഘടനയെ എന്തിന് നിങ്ങൾ നിഷേധിച്ചോ? എന്തിനെതിരെ കേസ് കൊടുത്തോ? എന്തിനു വേണ്ടി അതിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ സംഘടന ഉണ്ടാക്കി? അതിന് കാരണം എന്ത്? തെറ്റാണോ? എന്നാ കണ്യത്തുസ്താദ് വലിയാണോ? ഈ സംഘടന തെറ്റിലേക്ക് പോയി എന്നാണോ? എങ്കിൽ ഈ വലിയായ കണ്യത്തുസ്താദ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള കണ്യത്തുസ്താദ് അത് ചെയ്തോ? പറയട്ടെ നിങ്ങൾ. ഇനി ആരാ ശംസുലുലമ? പറയട്ടെ. മറ്റൊന്ന് ശംസുലുലമ EK അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഞങ്ങളുടെ ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന പല പണ്ഡിതന്മാരും നേരിട്ടും അല്ലാതെയും മഹാനവറുകളുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണ്. അവിടത്തോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവുമാണ്. എന്റെ സദസ്സിലുള്ളവരും ഈ മുന്നിലിരിക്കുന്ന മൊയ്തു ഫൈസി അടക്കം പലരും EK ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ആരാ ബഹുമാനപ്പെട്ട EK ഉസ്താദ്? ഇത് പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. AP കഴിഞ്ഞാൽ രണ്ടാമത്തെ AP. ഇനി പറയണ്ടല്ലോ. ഇങ്ങനെയുള്ള കണ്യത്തുസ്താദും ശംസുലുലമയും സെക്രട്ടറിയും പ്രസിഡന്റുമായ സംഘടന, അവർ വഫാത്താകുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ വന്ന സംഘടനയാണിത്. ഇനി അവരാരെന്ന് സമൂഹം തിരിച്ചറിഞ്ഞോളൂ. ഇനി ഏറെ പറയണ്ട. ബഹുമാനപ്പെട്ട ശംസുലുലമനെ പറഞ്ഞവരും ചെയ്തവരും എത്രയും ഉണ്ടെങ്കിൽ അവരെല്ലാം അനുഭവിച്ചിട്ടേ മരിച്ചിട്ടുള്ളൂ. എന്ത് പറഞ്ഞോ അനുഭവിക്കാതെ മരിക്കൂല. ശംസുലുലമനെ കടിച്ചു കീറി ആരൊക്കെയുണ്ടോ അനുഭവിക്കാതെ മരിച്ചിട്ടില്ല. അത് ശൈഖുനാന്റെ വഫാത്തിന് ശേഷവും ജീവിതകാലത്തും കണ്ട അനുഭവമാണ്. ഞാനതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. 1-2 ഈ സദസ്സിനോടൊപ്പം പങ്കുവെക്കൽ ബഹുമാനപ്പെട്ട ശൈഖുനാനോടുള്ള ഒരു ഗുരുത്വമായിരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ തളിപ്പറമ്പ് ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജിൽ 2 വർഷം ഓതി പഠിച്ചിട്ടുണ്ട്. ഈ തളിപ്പറമ്പും ശംസുലുലമയും വലിയ ബന്ധമുണ്ട്. ശംസുലുലമ ബാഖിയാത്തിൽ പഠിച്ച കാലത്ത് തന്നെ പഠിച്ച ഉടനെ അവിടെ മുദരിസായിട്ടുണ്ട്. അദ്ദേഹം പരീക്ഷ എഴുതിയപ്പോഴൊക്കെ 100% ഉത്തരം എഴുതിയ ആളാണ്.
99 മാർക്കാ കിട്ടി. എന്റെ ആൻസർ പേപ്പറുമായിട്ട് ഉസ്താദുമാരുടെ ചെന്നെടുത്തത്, ഉസ്താദെ എനിക്ക് 1 മാർക്ക് കുറക്കാൻ കാരണം എന്താണ്, ഏതാണ് 1 മാർക്കിന് എന്റെ അടുത്ത് കുറഞ്ഞു പോയത്, 100 മാർക്ക് എനിക്ക് എന്താ തരാത്തത്? അത്ര മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉസ്താദുമാർ കമ്മിറ്റിക്കാരൊക്കെ മൂപ്പർ അവിടെ തന്നെ മുദരിസാക്കി. 8 കൊല്ലം മുദരിസായതിനു ശേഷം കേരളത്തിലേക്ക് വന്നിട്ട് ആദ്യം ദർശനത്തിൽ തളിപ്പറമ്പിൽ ഒരുപാട് തന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പകാലത്ത് ഒരുപാട് കറാമത്തുകളും അത്ഭുതങ്ങളുണ്ട് ധാരാളം. ഞാൻ അവിടെ പഠിച്ചിട്ട് നേരിട്ട് അന്നേ മനസ്സിലാക്കിയത് അവിടുത്തെ നാട്ടുകാരിൽ നിന്ന്. അതിൽപ്പെട്ട ഒരു കറാമത്ത്, ബഹുമാനപ്പെട്ട ശംസുൽ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ കമ്മിറ്റിയും നാട്ടുകാരും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, നാട്ടിൽ കമ്മിറ്റിക്കെതിരെ വിമർശകരുണ്ടാവും. അന്ന് കമ്മിറ്റിക്കെതിരെ ഒരു നോട്ടീസ് ഇറക്കി. ആ നോട്ടീസിന്റെ പിന്നിൽ കമ്മിറ്റിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയതിന്റെ അവസാനത്തിൽ എന്ന് ഇസ്ലാം സംഘം, നോട്ടീസ് ഇറക്കുന്ന ആരാ? ഇസ്ലാം സംഘം ഇറക്കുന്നത്. ആളില്ലാത്ത ജാരസന്തതിയായി വരുന്ന നോട്ടീസുകൾക്ക് ഉണ്ടാകുന്ന പേരാണത്. എന്തെങ്കിലും പേരിടും, മഹല്ല് സംരക്ഷണ സമിതി നിന്നൊക്കെ ഉണ്ടോ? അങ്ങനെ സമിതിയൊന്നും ഉണ്ടാവില്ല. ഉടനെ കമ്മിറ്റിക്കാരെല്ലാം കൂടി ഇതിന് മറുപടി എഴുതാൻ തീരുമാനിച്ചു. ഇതിനാര് മറുപടി എഴുതും? പള്ളിയിലെ മുദരിസിനെ വിളിച്ചു, ശംസുൽ ഉലമയാണ് ഉസ്താദ്, ഇ.കെ. ഉസ്താദ്. മുമ്പ് വേഗം മറുപടി എഴുതി കൊടുത്തു. അപ്പൊ ഇസ്ലാം സംഘം കത്തെഴുതിയെങ്കിൽ മറുപടി ആരെഴുതണം, ഏത് സംഘമായിരിക്കണം? ശംസുൽ ഉലമ വേഗം പറഞ്ഞത് ഈമാൻ സംഘം ആയിക്കോട്ടെ. ഇസ്ലാം സംഘത്തിന് ഈമാൻ സംഘം മറുപടി കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്മിറ്റിക്കാരെ അനുകൂലിച്ചു എന്ന നിലക്ക് മൗലിയാരോട് ഇവർക്ക് വിരോധമായി. ശംസുൽ ഉലമയെ അതിനിശ്ചിതമായി ആക്രമിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഈ ചെറുക്കന്മാർ ശ്രമിച്ചു. ആ ശ്രമിച്ചതിലെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ശംസുൽ ഉലമ ബസ്സിറങ്ങിയിട്ട് കോളേജിലേക്ക് നടന്നിട്ട് അവർ ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ ഉണ്ടാവും. ശംസുൽ ഉലമക്ക് സ്വഭാവം തലയെക്കെട്ടിങ്ങനെ കെട്ടിയാൽ അതിന്റെ മേലൊരു ശാലിങ്ങനെ ഇടുകയും ചെയ്യും. അങ്ങനെ ശംസുൽ ഉലമ നടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരെ പിന്നാലെ കൂടി അമ്മായി അമ്മായി എന്ന് വിളിക്കും. കാരണം അമ്മായിയാണല്ലോ മുഖംമുത്തി നടക്കുക. അമ്മായി അമ്മായി എന്ന് വിളിച്ച് പരിഹസിക്കും. വേറൊരു ചെറുപ്പക്കാരൻ നായന്റെ മോനെ എന്ന് വിളിച്ചിരുന്നത്രേ. ഈ 2 മനുഷ്യന്മാരും മരിച്ച കഥ നേരിട്ട് അനുഭവിച്ച മർഹൂം മുല്ലക്കോയ തങ്ങളവർകൾ, മർഹൂം PPS മുല്ലക്കോയ തങ്ങളവർകൾ നേരിട്ട് പറയുന്നത് പലപ്പോഴും ഞാൻ എന്റെ 2 കാതങ്ങൾ കൊണ്ട് കേട്ടിട്ടുണ്ട്. 2 ആളും മരിച്ചത് എങ്ങനെയാണെന്നറിയോ? അമ്മായി എന്ന് വിളിച്ച മനുഷ്യന്റെ മുഖത്ത് ഒരു രോഗം വന്നു, വസൂരി. തന്റെ മുഖത്തിന്റെ മാംസങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി, എല്ല് പുറത്തേക്ക് ഉന്തി. അദ്ദേഹം കിടക്കുന്ന കിടപ്പാടത്തിൽ കാണാൻ വരുന്ന ആളുകൾക്ക് മുഖം കാണാൻ പറ്റൂല, അപ്പൊ തന്നെ ബോധം കിട്ടുമോ? ആ അവസ്ഥയാണ്. അതുകൊണ്ട് സന്ദർശകരെ കാണിക്കാതെ മുഖം തുണിയിട്ട് മറച്ചുകൊണ്ട് മുഖം കാണിക്കാതെ അമ്മായിയായ ആ മനുഷ്യൻ മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, ആഖിറത്ത് രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. മറ്റേ മനുഷ്യനുണ്ടല്ലോ, മറ്റേ വാചകം പറഞ്ഞ മനുഷ്യൻ, അയാൾ അത്തും പിത്തും പിടിച്ചു. അയാൾ പിന്നെ എപ്പോഴും ഇതാ ദിക്ർ, തസ്ബീഹ് മാല പിടിച്ചിട്ട് പട്ടിന്റെ മോനെ അവസാനം മരിച്ചു പോകുമ്പോഴും അവസാനത്തെ വാചകം എന്താ? നായന്റെ മോനെ എന്ന് വിളിച്ച ആ മനുഷ്യനെ മരിച്ചുപോയി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, പകരാശരി സ്വപ്നം കാണുന്ന ഒരു ജീവിയുണ്ട്. A.P. അബൂബക്കർ മുസ്ലിയാരെ അടുത്ത നബിയാക്കി അവതരിപ്പിക്കാൻ വേണ്ടി എപ്പോഴും എണ്ണയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, പകരാശനി. ഞാനിത് പറയുന്നത് അതിനിശ്ചിതമായ വിമർശനമാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. ഞാൻ അങ്ങേയറ്റം വിനയത്തോടെയും അങ്ങേയറ്റം വിമർശനം ഒഴിവാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അത്രമാത്രം ആഴമാണ് ഇവരുടെ വിഷയമെന്നർത്ഥം. സാധാരണക്കാരായ ആളുകൾ അബദ്ധവശാൽ അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വസ്തുത മനസ്സിലാക്കണം, വാശി പിടിക്കേണ്ടതില്ല. സത്യം മനസ്സിലാക്കി സമസ്തയുടെ കൂടെ നിന്നുള്ളൂ. ഇതാ പകരാശനി പറയട്ടെ ശംസുൽ ഉലമയുടെ കറാമത്ത്. ഏതായാലും പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇ.കെയുടെ മുഖത്ത് നോക്കി നായന്റെ മോനെ എന്ന് വിളിച്ചു ഒരു ശൈത്താൻ. ഹുവാനത് വിളിച്ചിട്ട് എന്ത് സംഭവിച്ചെന്നറിയുമോ? അയാൾ പണക്കാരനെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ചെയ്തതാ. അയാൾ മരിക്കുമ്പോ അറിയാതെ പറഞ്ഞുപോയി നായന്റെ മോനെ എന്ന് സ്വന്തം മോനെ വിളിച്ചു. പിന്നെ അയാളൊന്നും ചൊല്ലിയിട്ടില്ല, അതോടെ മരിച്ചുപോയി. ആഖിർ കലാം നായന്റെ മോനെ. എന്റെ ഇ.കെയുടെ കുരുത്തുകൾ തട്ടി മഹാന്മാരെ പണ്ഡിതന്മാരൊന്നും പറയരുത്, സ്നേഹിക്കണം, ആദരിക്കണം. നിങ്ങള് ഈ വാചകം വിളിച്ച ശൈത്താന്റെ അവസ്ഥയാ പറഞ്ഞു. ഈ മനുഷ്യന് കേസ് കൊടുത്ത ദേശന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു? ഈ മനുഷ്യനെ കേസ് കൊടുത്ത, ഈ മനുഷ്യനെതിരെ ഇത്ര ബുദ്ധിമുട്ടിച്ച, ഈ മനുഷ്യനെ ഇത്ര പ്രയാസപ്പെടുത്തിയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നതിന്റെ ചോദ്യത്തിനുത്തരം കേരളത്തിൽ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവ വികാസങ്ങൾ നമ്മൾ എണ്ണിങ്ങനെ പറയാം. ഓരോന്നും ശംസുൽ ഉലമയുടെ സ്പർശങ്ങൾ കാണാൻ കഴിയും. കോട്ടിക്കുളത്ത് ഞാനൊരു സംഭവം കൂടി പറയാം. കോട്ടിക്കുളത്ത് മരണപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ട്, അബ്ദുൽ അസീസ് ഖാദിരി. അദ്ദേഹം ഒരു ത്വരീഖത്തിന്റെ ശൈഖാന്ന് വാദിച്ചു. ഒരു ത്വരീഖത്തിന്റെ ശൈഖാന്ന് വാദിച്ചപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞത് കള്ളത്തരീഖത്താണ്. ശംസുൽ ഉലമ അതിനെ വിമർശിച്ചു, അതിനിശ്ചിതമായി വിമർശിച്ചു.
ബഹുമാനപ്പെട്ട ശംസുലമയെ കൊണ്ടുപോയി അവിടെ ആ കള്ളത്തരീക്കത്ത് പൊളിക്കാൻ. ശംസുലമ വന്നിട്ട് ഒരു പ്രസംഗേ നടത്തിയിട്ടുള്ളൂ. അബ്ദുൽ അസീദുൽ ഖാദിരി എന്ന് പറയുന്ന ആ കള്ളക്കാതിരി തരീക്കത്ത് പൊളിഞ്ഞ് തകർന്നടിഞ്ഞുപോയി. ശംസുലമ പാടിത്തുടങ്ങിയത് ഇങ്ങനെയാണ്. തന്റെ പ്രസംഗത്തിന്റെ ആമുഖം ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔ കമിസിലിൽ പാദിരി ഓഹോ ഇതെന്തൊരു മാതിരി. ശംസുലമ പാടിത്തുടങ്ങി. ഒരു ഖാദിരി വന്നിട്ടുണ്ട്, ഒരു ഹിമാറിനെ പോലത്തെ ഒരു പാതിരി വന്നിട്ടുണ്ട്. എന്തൊരു അവസ്ഥയാണെന്ന് പറഞ്ഞ് ശംസുലമ തുടങ്ങിയ പ്രസംഗത്തോടെ അയാളെ സർവ്വസോപാനങ്ങളും പൊളിഞ്ഞു തകർന്നപ്പോൾ ശംസുലമ ആ മനുഷ്യൻ അങ്ങേയറ്റം വിമർശിച്ചു. ശംസുലമ ഇബ്നു സഖയാണെന്ന് പറഞ്ഞു. ശംസുലമ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞു. ശംസുലമ പറഞ്ഞു പുഴു ഇവിടെയല്ലടാ അവിടെയാടാ. ശംസുലമ ഒരേ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, പുഴു ഇവിടെയല്ലടാ അവിടെയാടാ. അബ്ദുൽ അസീദുൽ ഖാദിരി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ശരീരം മുഴുവനും പുഴുത്തുകൊണ്ട് പുഴു ഇങ്ങനെ അരിക്കുന്ന അവസ്ഥയിൽ ആളുകൾ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ മരണപ്പെട്ടുപോയി. അള്ളാഹുവേ, പരലോകത്തെങ്കിലും നീ മാപ്പ് കൊടുക്കണമേ തമ്പുരാനെ. ഒരു മുസ്ലിം സഹോദരനല്ലേ. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഇങ്ങനെ ദ്വാരുന്നപ്പോ ഒരാൾ അങ്ങനത്തെ ഒരാക്കുന്ന നിങ്ങൾ ദ്വാരിക്കണത്. അങ്ങനെ തന്നെയല്ലേ നമ്മളെ മനസ്സിന്റെ വിശാലത വേണ്ടത്. അള്ളാഹു താല അവർ ദുനിയാവെന്ന് സൃഷ്ടിച്ച് ആഖിറത്തിലെങ്കിലും രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവര് മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളറിയോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിളർന്ന ഉടനെ ബഹുമാനപ്പെട്ട മടവൂരിനെ പോലുള്ള കുറെ ആലിമീങ്ങൾ ഔലിയാക്കളൊക്കെ ചില യോഗത്തിന് ഇവർക്ക് സംബന്ധിപ്പിക്കാൻ കഴിയും. അബൂബക്കർ മൗലവിന്റെ ആളുകൾക്ക് അന്ന് എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്രേ, ഔലിയാക്കളൊക്കെ നമ്മളെ വേക്കില്ല. ശംസുൽ ഉലമാനോട് വന്നവർ പറഞ്ഞു, ഇങ്ങനെ മൂപ്പര് പറയുന്നുണ്ട്. ശംസുൽ പറഞ്ഞു, അങ്ങനെ എ.പി. പറഞ്ഞാടോ, എന്നാൽ അത് ലോക വിഡിത്തമാണ്. ഔലിയാക്കളൊക്കെ നമ്മളെ മുമ്പിലാണ്, നമ്മളെ വേക്കിലല്ല. അതാ ശംസുൽ ഉലമ. ഔലിയാക്കളൊക്കെ നമ്മളെ മുമ്പിലാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുത്തു. ശംസുൽ ഉലമ ഒരു സ്ഥലത്ത് പോയി ഖാദിയാനികൾക്കെതിരെ ഗംഭീരമായി പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച് കാട് കയറിയപ്പോ ആളുകൾ അതിൽ കയറി ആവേശം കൊണ്ട് ശൈഖുനാന്റെ പ്രസംഗല്ലേ. അങ്ങനെ അവിടെയുള്ള ഒരു ഖാദിയാനെ നാട്ടുകാർക്ക് അടിച്ചിനെ കൊന്നിട്ട് പോയി പള്ളിക്കാട്ടിക്കൊണ്ട് അടിട്ടു. കേസ് വന്നു, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ആ മനുഷ്യനെ പിടിച്ചിട്ട് പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു, ഞാൻ ഈ അബൂബക്കർ മുസ്ലിയാർ പ്രസംഗം കേട്ടിട്ടാ കൊന്നത് എന്ന് പറഞ്ഞു. അടുത്ത കുടുങ്ങിയത് ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമ കോടതി കയറേണ്ടി വന്നു. ശംസുൽ ഉലമ കോടതി വളപ്പിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ നമ്പർ വിളിക്കുന്നതിന് മുമ്പ് കുറെ സമയം കാത്തിരിക്കേണ്ടി വന്നു. മൂത്രിക്കാൻ പറ്റി. കോടതി വളപ്പിൽ ഒരു മൂലയിൽ പോയിരുന്ന് മൂത്രിക്കാൻ പറ്റിയ സാധാരണ എന്താ ചെയ്യാ, വെള്ളയില്ലെങ്കിൽ കല്ലെടുത്ത് മനോഹരിക്കും. അങ്ങനെ മൂത്രിക്കാൻ പോയി. കോടതി വളപ്പിൽ മൂത്രിച്ചതിന് ശംസുൽ ഉലമനെ പിടിച്ചു. രണ്ടാമത്തെ തെറ്റ്. ശംസുൽ ഉലമനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു, അയാൾ മൂത്രയ്ക്കുന്ന കണ്ടു, ഞാൻ മൂത്രയിച്ചു. അതായത് അയാളാ മൂത്രയിക്കുന്നത് കണ്ടത്, ഞാനാണ് മൂത്രയിച്ചെന്നാ ശംസുൽ ഉലമ പറഞ്ഞത്. അയാളെ മൂത്രയിക്കുന്നത് കണ്ടു, ഞാൻ മൂത്രയിച്ചു. അതിനിങ്ങനെ ആശങ്കപ്പെട്ടു വന്ന ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ കയ്യിൽ ഒരു കൊടയുണ്ടായിരുന്നത്രേ. കൊടയും പിടിച്ചിട്ട് കോടതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കൊട പുറത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. ശംസുൽ ഉലമ ഉടനെ കൊട, ആ തലവളഞ്ഞ കൊട തന്റെ പുറത്ത് തൂക്കി. അങ്ങനെ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, തന്റെ വാക്കുകൾ മുഴുവനും പടവാളായി വിനിയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു പുരുഷായി ഈ സമൂഹത്തെ നേരിന്റെ പാതയിൽ നയിച്ച മഹാനായ ശൈഖുനാനെ നെഞ്ചത്ത് തൊട്ട് വേദനിപ്പിച്ച ഈ സമസ്തയിൽ നിന്ന് പുറത്തുപോയ പ്രസ്ഥാനം അവർ അങ്ങേയറ്റം അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മുടിയും പൊടിയും ചട്ടിയും കൊട്ടയും, ഇല്ലേ? മദീനത്തുനിന്ന് മുടി വന്നു, പിന്നെ കില്ല വന്നു, പിന്നെ പൊടി വന്നു, പിന്നെ ചട്ടി വന്നു. എവിടെ? രസകരമായ വിറ്റാണത്. നമ്മളെ സുഹൃത്തുക്കൾ SSFന്റെ പ്രവർത്തകരോടൊക്കെ നമ്മൾ ഒറ്റ കിട്ടുമ്പോ ഇത് ചോദിക്കോ, അതിനെപ്പറ്റി മാത്രം മിണ്ടരുത്, ബന്ധങ്ങൾ പറഞ്ഞങ്ങ് രക്ഷപ്പെടുക. വെല്ലൂരിന്റെ മുടിയില്ലേ, മറ്റേ മുടിയില്ലേ, എല്ലാം ഇന്ന് തുറന്നടിച്ചിട്ട് ഓരോന്നിനും വഴിയാക്കിയിട്ടേ ഞാൻ ഇന്ന് ഈ കൊടിഞ്ഞിയിൽ നിന്ന് തിരിച്ചു പോകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ് വെല്ലൂരിലെ മുടി, ഏതാണ് വട്ടി, ഏതാണ് കൊട്ട, ഏതാണ് ചട്ടി, നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ മുഴുവനും പരിശോധിക്കാൻ പോവുകയാണ്. മുസ്ലിം ലോകം അറിയണം. അപ്പൊ അറിയും ഇവരെത്തിപ്പെട്ട അബദ്ധം എവിടെയാണ്, എന്താണ് ഇതിന് കാരണം. ശൈഖുനാന്റെ പൊരുത്തക്കേടാണ്. നിങ്ങൾ കണ്ടോളൂ, മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ശംസുൽ ഉലമ സെക്രട്ടറിയായ സ്ഥാപന SYSന്റെ കീഴിലായി അങ്ങനെ അവർ പിടിച്ചടക്കിയതാണ്. മഖസൂബായ ഭൂമിയാണ്. ആ മർക്കസിൽ കുറെ മുടികളുണ്ട്. 6 എന്നും പറയപ്പെടുന്നു, 7 എന്നും പറയപ്പെടുന്നു, 3 എന്നും പറയുന്നു, ഒരുപാട് പറയപ്പെടുന്നു. എങ്ങനെ പറയപ്പെട്ടാലും വേണ്ടില്ല. ആ മുടികളുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടുന്ന വാർത്തകൾ ഈ സമൂഹം
ഒരിക്കലും ഒരു മൂല്യരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കാൻ പോകുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളോളം ഈ മനുഷ്യനെത്തി എന്നാണ് ഒരു പത്രത്തിൽ ഇവർ എഴുതിയത്. 23 വർഷം ഇദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിന് 23 വർഷം പൂർത്തിയാകുന്ന കൊല്ലം എന്ന് പറഞ്ഞ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അന്ന് പറഞ്ഞത് 23 കൊല്ലം കൊണ്ട് ഇസ്ലാമിക പ്രബോധനം ചെയ്ത നബിയുടെ പ്രവർത്തനത്തോളം എത്തുന്ന പ്രവൃത്തി എഴുതി. നബിയോളെത്തി. വലിയാന്ന് പറഞ്ഞു, കുത്തുബാന്ന് പറഞ്ഞു, ഖമറുൽ-ഉലമയാന്ന് പറഞ്ഞു, അങ്ങനെ കുതുബുസ് സമാനാന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു മനുഷ്യൻ മദീനത്ത് പോയിട്ട് റൗള ഷരീഫിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, പോലും നബിയെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ടാവൂല. എന്താ, ഇവിടെ ഭയങ്കര തിരക്ക്, എന്നെ കൊണ്ടാവൂല ഇങ്ങോട്ട് വരാൻ. അപ്പൊ റസൂലുള്ള മൂപ്പരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, അവിടെ ശൈഖ് അബൂബക്കർ ഉണ്ട്, മൂപ്പർ കണ്ടാ മതി. ആരെങ്കിലും നിഷേധിക്കാൻ ക്ലിപ്പ് മുഴുവനും സംസാരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ എവിടെ എത്തി? ഒരു അറബി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് ഇങ്ങനെ സലാം പറഞ്ഞപ്പോ മൂപ്പർ റസൂലുള്ളാഹിനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എന്റെ കൈ പിടിക്ക് നബിയെ. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോൾ മൂപ്പർക്ക് ഒരു കഥയോർമ്മ വന്നു. അതെന്താണ് കഥ? അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ റസൂലുള്ള കൈ ഖബറിൽ നിന്ന് റൗളയിൽ നിന്ന് കൈ കൊടുത്ത കഥ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ 2 കണ്ണും പൂട്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഖുദ് ബിയദി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ ഒരാൾ പിടിച്ചു, ഈ അറബിയെ. ആ അറബി നോക്കുമ്പോൾ അത് ശൈഖ് അബൂബക്കറാണ്. റസൂലുള്ളാഹിന്റെ പകരം റസൂലുള്ള കൈ കൊടുത്ത കൈയാണിത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൈ പിടിക്കുന്നതിന് പകരമാണ് ഈ അബൂബക്കർ മുസ്ലിയാരെ കൈ പിടിച്ചാൽ ഇതാരാ പ്രസംഗിക്കുന്നത്? ശിഷ്യന്മാർ നടന്ന് പ്രസംഗിക്കുക. അങ്ങനെ അടുത്ത റസൂലുള്ളാഹിയാക്കി കൊണ്ടുവരാനുള്ള ശ്രമം. അതിന്റെ ഭാഗമായി മദീനത്തുനിന്ന് ഇഷ്ടം പോലെ മുടിയിങ്ങി വരിക. റസൂലുള്ളാഹിന്റെ മുടി തുർക്കിയിൽ നിന്ന് വരുന്നു, മദീനത്തുനിന്ന് വരുന്നു, സിംഗപ്പൂരിൽ നിന്ന് വരുന്നു. അങ്ങനെ 1, 2, 5 മുടിയൊന്നുമല്ല. പിന്നെ പൊടി വരികയാണ്, പിന്നെ ചട്ടി വരികയാണ്, പിന്നെ കുതിര വരിക, പിന്നെ റസൂലുള്ളാഹിന്റെ കുപ്പായം മുഴുവനും മർക്കസിലേക്ക് വരികയാണ്. എന്തിനാണിത്? അടുത്ത ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അടുത്ത റസൂലുള്ളാഹിയെ ചമയാനുള്ള ശ്രമമാണ്. ഞാൻ വെറുതെ പറയല്ല. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ആദ്യം പറഞ്ഞത് ഞാൻ വലിയാന്ന, പിന്നെ പറഞ്ഞത് ഞാൻ ഖുത്ബാന്ന, പിന്നെ പറഞ്ഞത് ഞാൻ മുജദ്ദിദാന്ന, പിന്നെ പറഞ്ഞ ഞാൻ മഹ്ദിയാന്ന, പിന്നെ പറഞ്ഞ ഞാൻ ഈസയാന്ന, പിന്നെ പറഞ്ഞ ഞാൻ നബിയാന്ന. എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ആ കാലഘട്ടത്തിൽ 30ഓളം ആളുകൾ വരും. കള്ളന്മാരായ 30 ആളുകൾ വരും. അവരൊടുവിൽ വാദിക്കുന്നത് അന്നഹു നബിയ്യൻ, ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന 30ഓളം ആളുകൾ എന്റെ ഉമ്മത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെയാണ് പ്രശ്നം. ഇത് ചെറിയ വിഷയമല്ല, ഇത് സമൂഹത്തിന് അറിയണം. അതുകൊണ്ട് ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. ഒരു മുടിയുമായിട്ട് ഒരാൾ വന്നു, എന്നിട്ട് അയാൾ പറയുന്നു ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. എന്നാൽ ഇതിന്റെ മതവിധി എന്താണ്? സാധാരണക്കാരറിയണം. സാധാരണക്കാർക്ക് മതവിധി അറിയാൻ താല്പര്യമുണ്ട്. ഒരാൾ റസൂലുള്ളാഹിന്റെ മുടിയുമായി വന്നു. ആ മുടി ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ഒരാൾ പറഞ്ഞു. ഒരു മുടിയുമായിട്ട് ഒരാൾ വന്നു, ഒരു ചട്ടിയുമായിട്ട് ഒരാൾ വന്നു, ഒരു കുതിരയുമായിട്ട് ഒരാൾ വന്നു. എന്നിട്ട് പറയുന്നു ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. എന്നാൽ അതിന്റെ മതവിധി എന്താണ്? ജനങ്ങൾ അത് വിശ്വസിക്കണോ വേണ്ടേ? സമൂഹം അറിയണം. ഈ കാന്തപുരം ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് 6 മുടി കൊണ്ടുവന്ന ഒരു ആലുവക്കാരനുണ്ട്, യൂസുഫ് സുൽത്താൻ എന്ന കള്ള ശൈഖ്. അയാൾ പറയുന്നു എന്റെ അടുത്ത് 6 മുടിയുണ്ട് റസൂലുള്ളാഹിന്റെ. എന്താണ് ഇതിന്റെ മതവിധി? അന്വേഷിക്കണം. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറയുമ്പോഴത്തേക്കൊന്നും സ്വീകരിക്കാൻ പാടില്ല. കള്ളന്മാര് പിന്നെ ഈ മുടിയുമായിട്ട് ഇവരെ വിടും. എല്ലാവർക്കും ജീവിക്കാൻ പണമല്ലേ വേണ്ടത്? ഈ പണമുണ്ടാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമോ? അതിനെപ്പറ്റി ഇസ്ലാമികപരമായ നിയമം, അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് തെളിയിക്കുന്ന രേഖ വേണം. എന്താണ് രേഖ? 3-4 രേഖയുണ്ട്. ശരിക്കും മുസ്ലിമീങ്ങൾ പഠിച്ചോളൂ. ആധികാരികമായി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചാൽ ഞാൻ പറയുന്നത് 3-4 രേഖ വേണം. ഒന്നുകിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് തെളിയിക്കുന്ന കൈമാറ്റ പരമ്പര. ഉദാഹരണം, ഞാനാണ് മുടി കൊണ്ടുവന്നെങ്കിൽ എനിക്ക് എവിടെ നിന്ന് കിട്ടി മുടി? ഇതെന്റെ ഉസ്താദ് ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട പട്ടിക്കാട് പ്രിൻസിപ്പൽ ആലിക്കുട്ടി ഉസ്താദ് തന്നതാണ്. മൂപ്പർക്കാരാ കൊടുത്തത്? ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് കൊടുത്തതാണ്. മൂപ്പർക്കാരാ കൊടുത്തത്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കൊടുത്തതാണ്. മൂപ്പർക്കാരാ കൊടുത്തത്? കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കൊടുത്തതാണ്. മൂപ്പർക്കാരാ കൊടുത്തത്? ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജി കൊടുത്തതാണ്. അങ്ങനെ റസൂലുള്ളാഹിയിലേക്ക് മുട്ടുന്ന പരമ്പര, സനദ്, മുത്തസിലാകുന്ന സനദ് വേണം.
അപ്പൊ ആ സനദോടുകൂടി അത്ര രേഖയോടുകൂടി ഒരു മുടി ഒരാൾ കൊണ്ടുവന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം, ബറക്കത്തെടുക്കാം, ആദരിക്കാം.